ഹലോ ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് മോളുടെ ഒരു പഴയ ഡ്രസ്സാട്ടോ. ഇപ്പം ചെറുതായി. അപ്പോൾ ആ ഒരു ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഇതുപോലൊരു കരടിയുടെ ഫേസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് തുടങ്ങുമ്പോൾ ഇത് എങ്ങനെ ആവും എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയതുപോലെ ചെയ്തതാട്ടോ. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ട് അടിപൊളിയായിരുന്നു. മോൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാം കേട്ടോ. കാരണം അത്ര എളുപ്പമാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എന്താ ബിരുദമൊന്നും ഇതിന് ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള വർക്കാട്ടോ. അതുപോലെ ഞാൻ മോളുടെ ഒരു ബനിയനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫേസിനും ഞാൻ താഴെയുള്ള ആ ഒരു ഡ്രസ്സും അതുപോലെ ആ ഒരു പാവക്ക് ബോഡി ആയിട്ട് ഞാൻ ഈ മുകളിലുള്ള ഈ ഒരു ബനിയനാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് റഫായിട്ട് ഒരു ബോഡി ഷേപ്പ് വരച്ച് മുറിച്ച് കട്ട് ചെയ്ത് ഞാൻ എടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടുന്ന 2 സാധനങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഞാൻ ആ ഫേസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ബാക്ക് സൈഡും ആ ഡ്രസ്സിൻ്റെ ബാക്ക് സൈഡും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പീസായിട്ടാട്ടോ ഇത് കിട്ടുക. ഇതുപോലെ ഞാൻ ഫേസ് കട്ട് ചെയ്തെടുത്തു. ഇതാണ് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതുള്ളത്. അതുപോലെ നമ്മളിനി ബോഡി പാർട്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അതിനായിട്ട് വേണ്ടിയിട്ട് ഞാൻ അടുത്ത ഡ്രസ്സിൻ്റെ അകത്ത് ബോഡിയുടെ ഷേപ്പിൽ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു കൈയും കാലും ജസ്റ്റ് ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വരക്കാൻ പറ്റുന്ന ഒരു രീതിയിലാട്ടോ ഞാൻ വരച്ചത്. അതുപോലെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് 2 പീസ് എടുക്കണം. അതായത് അതിൻ്റെ മുൻവശവും ബാക്ക് വശവും ആ ഡ്രസ്സിൻ്റെ 2 സൈഡും 2 പീസായിട്ട് നമുക്ക് വേണം. അപ്പം ഞാൻ ആ ബോഡി പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 പീസും അതുപോലെ ഹെഡിൻ്റെ പോർഷനും ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നല്ല വശം ഉള്ളിലോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ കൈത്തുന്നൽ തന്നെ കേട്ടോ ചെയ്യുന്നത്. സാധാരണ സിമ്പിളായിട്ട് കൈത്തുന്നൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല. ഈ താഴെ ഭാഗത്ത് ഒരു ഇച്ചിരി ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലൂടെ നമുക്കിത് മറച്ചിട്ട് അതിൻ്റെ നല്ല വശം എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഫേസ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ കഴുത്തിൻ്റെ പോർഷനിൽ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാവയുടെ ഫേസ് പോർഷൻ കേട്ടോ. ഇനി നമ്മൾ ബോഡി പോർഷനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബോഡിയിൽ സൈഡൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കൈത്തുന്നൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഹെഡിൻ്റെ അതായത് ആ കഴുത്തിൻ്റെ പോർഷൻ അത് ആ ഹെഡുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ കഴുത്തിൻ്റെ പോർഷൻ ഞാൻ ഇച്ചിരി ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് നല്ല വശം മറിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പാവയുടെ ബോഡിയും നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇത് ഫേസും ബോഡിയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് പഞ്ഞിയോ അല്ലെങ്കിൽ പഴയ തുണിക്കഷ്ണം, പഞ്ഞി ഇല്ലാത്തവർക്ക്, ഇങ്ങനത്തെ സാധനങ്ങളില്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ പഴയ തുണിക്കഷ്ണമൊക്കെ കട്ട് ചെയ്തൊക്കെ ഇതിൻ്റെ അകത്ത് നിറക്കാം കേട്ടോ. അപ്പം എൻ്റെ വീട്ടിൽ പഴയ ഒരു ബെഡ് ഉണ്ടായിരുന്നേ, കളഞ്ഞൊരു ബെഡാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കേട്ടോ ഞാനിതെടുത്തത്. അപ്പം ഞാനത് നമ്മുടെ ഫേസിൻ്റെ പോർഷനിലും അതുപോലെ ബോഡി പാർട്ടിലൊക്കെ നമ്മൾ നന്നായിട്ട് കുത്തി നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, നമ്മൾ ഫേസ് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ ബോഡിയും ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2ഉം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് 2ഉം കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മളെ പാവ ഏകദേശം ആയി. ആദ്യം ഞാൻ ഇത്ര മാത്രമേ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കെന്തോ ഒരു ഭയങ്കര പ്ലെയിൻ ആയിട്ട് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഇതിന് കുറച്ചും കൂടി ഡെക്കറേഷൻ കൊടുക്കാമെന്ന്. അപ്പോൾ ആദ്യം എടുത്ത ഡ്രസ്സിൽ ഒരു ചെറിയ സ്ട്രാപ്പ് പോലെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അത് കട്ട് ചെയ്തിട്ട് ഒരു ബോ പോലെ ആക്കി അതിൻ്റെ കഴുത്തിൽ വെക്കാമെന്ന്. നമ്മൾ വാങ്ങുന്ന പാവകൾക്കൊക്കെ ഉണ്ടാവുമല്ലോ അധികം. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ബട്ടൺ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നിൻ്റെ ബട്ടൺ ഞാൻ കളഞ്ഞു, ഒന്ന് ഞാൻ അവിടെ വെച്ചു. അപ്പം മിഡിലിൽ വെച്ചപ്പോൾ അതൊരു രസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ താഴെ വശം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ അതും അറ്റാച്ച് ചെയ്തു. എന്നിട്ടും എനിക്ക് മതിയായില്ല കേട്ടോ. അപ്പം ഞാൻ ഒരു ചെറിയ ലവ് ചിഹ്നം കൂടെ കട്ട് ചെയ്ത് അതിൻ്റെ വയറിൻ്റെ പോർഷനിലും വെച്ചപ്പോൾ കുറച്ചും കൂടി ഭംഗിയായി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പാവ. ഞാൻ അതും കൂടി സ്റ്റിച്ച് ചെയ്തല്ല കേട്ടോ, ഞാൻ ഗം ചെയ്ത് കൊടുത്തു. അപ്പം അതും കൂടി ആയപ്പോൾ നമ്മുടെ പാവ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എന്ത് രസമാണ് നോക്കിയാൽ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പോലെയൊക്കെ തന്നെ ഇല്ലേ. അപ്പം ഇത് അവൾക്ക് കൊടുത്തപ്പോൾ അവൾ ഡബിൾ ഹാപ്പി. അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എങ്ങനെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ ഉണ്ടാക്കിയ പാവ? അപ്പം എൻ്റെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്